അപ്പൊ ഇത് സെക്കൻഡ് ഡേ ആണ്. ഇന്നലെ നമ്മളെ എപ്പോഴെത്തിയത്? ഞങ്ങളൊരു 9-10 മണി വന്നിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും മുകളിൽ പോയിട്ട് എല്ലാവരും അടിച്ചു പൊളിച്ചു. അങ്ങനെ കിടന്നുറങ്ങി. കഴിഞ്ഞ കാലൊക്കെ വേദനിക്കല്ലേ കുറച്ച് നടന്നിട്ടും നോക്കിയിട്ട്. ഇപ്പൊ സമയം 6 മണി. 5 മണിക്ക് എണീറ്റു. ഇപ്പൊ 6 മണി ആവണോ. അപ്പോ പൂരം കഴിഞ്ഞിട്ടില്ല. ഇനി ചെനക്കത്തൂരില് മറ്റേ ആനപ്പൂരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വൈശു ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞക്കുട്ടി ഈ അല്ലേ ഇല്ല പറഞ്ഞ് ഇല്ല. എനിക്ക് കാലൊക്കെ വേദനിച്ചിട്ട്. എന്താണ് റെഡി ആയോ? ഇന്ന് പോവാണ്. കുതിരാളി കണ്ടേ? കുതിരാളി കണ്ടേ? അതാരാ അതാരാ അതാരാണ്? റെഡി ആയോ? ഇന്നലെ എപ്പോഴെത്തി? ഇന്നലെ 9:30. ഇന്നലെ ഞങ്ങൾ എൻജോയ് ചെയ്തു. ശരത്തേട്ടൻ ആനപ്പുരത്തിന്റെ കൂടെ. ആയൊരു നമുക്ക് ഫസ്റ്റ് അമ്മ ഉണ്ടോ? അച്ഛൻ്റെ കൂടെ അല്ലേ വരുന്നേ? ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പ് പോവാ. സദസ്സിന് വന്ദനം. നമസ്കാരം. പൂക്കിയാളല്ലേ? ടയർഡായിട്ട് നമ്മൾ ഇന്ന് എണീറ്റാ പറഞ്ഞു. അത് നമ്മളൊരു പവറാണ്. പറയില്ലല്ലോ. കാലൊക്കെ എടുക്കണ്ടോ? കണ്ണം വന്നിട്ടില്ല കേട്ടോ. അതെ, അമ്മ ചേച്ചിക്ക് നാളെ ജോലി ഇല്ലാണ്, ഞാൻ ഇല്ല കേട്ടോ എന്നൊക്കെ. അവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നലെ ഈ റോഡ് എങ്ങനെയായിരുന്നു അല്ലേ? അടിപൊളിയായിട്ട്. അച്ഛനെ കൊണ്ട് കേൾക്കോ? ഞാൻ ഇല്ല കേട്ടോ. എനിക്ക് ഇതാണ് എനിക്ക് ഭയങ്കര പോണത്. അച്ഛൻ്റെ വീട്ടിലേക്ക് പറഞ്ഞ പൊട്ടിച്ചാണെന്നാ തോന്നുന്നത്. ഡ്രാഗൺ കരയുന്നുണ്ട് കേട്ടോ. ആ ഡ്രാഗനോട്ട് അതിൽ കയറണം. ആദ്യം നടക്കണം. ഇവിടെ ഉള്ള പോലെ തന്നെ ഇവിടെ ഉണ്ട്. അവിടെ കൂടി ആനകളാ ആനകളാണോ? നടുവിലുണ്ട് പെട്ടു. എന്താണ് ഗജവീരന്മാരായിരം മുന്നിൽ പോയി ആനയുടെ മുന്നിൽ പോയി നമ്മൾ അങ്ങോട്ട് ദിനക്കടൂരിലെ മേളത്തിന് സാമാന്യം നൽകുവാനായി ഉപദേശിച്ചിട്ടുള്ള പ്രമുഖ വ്യക്തികൾ
രണ്ട് കല്ലോ അതെ പൂരം കഴിഞ്ഞിട്ടല്ലേ ഇതൊക്കെ വാങ്ങണേ? കുറച്ച് നേരത്തെ വാങ്ങണായിരുന്നു അല്ലേ? കുറച്ച് നേരത്തെ വാങ്ങണേ ആണോ? നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? വെടിക്കെട്ട് കാണാം. സിറാജ് ആരാണ്? റെഡിയല്ലേ ബൂബ? റെഡിയല്ലേ വെടിക്കെട്ട് കാണാൻ? ഇവിടെ എന്താണ് ഇപ്പോഴാണ് മനസ്സിലായത് വെടിക്കെട്ടിന് പിന്നെ എന്ത് പൂരം കഴിഞ്ഞിട്ട് ആരെങ്കിലും വാങ്ങും അവസാനം വാലടി അപ്പൊ നമ്മള് പൂരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണെങ്കിൽ എല്ലാവരും ഉണ്ടായതുകൊണ്ട് അടിപൊളിയായി. എസ്പെഷ്യലി എന്റെ അച്ഛൻ വന്നതുകൊണ്ട് അതെ ഒന്നൊരു കളറായി. മെൻഷൻ ദാറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. അമ്മ ഏത് ഡ്രസ് സുന്ദരിയുണ്ടല്ലോ. ഏതൊരു ഷൂ? എവിടെയായിരുന്നു? ഷോപ്പിംഗ് ആയിരുന്നോ? എന്തൊക്കെ വാങ്ങി? പൊട്ടി തട്ടനൊക്കെ വാങ്ങിച്ചോ? ഇതെന്തമ്മ ഇങ്ങനെ എങ്ങനെ ഇതാക്കാം? മറ്റേ മുട്ട ബീറ്റ് ചെയ്യണോ വാങ്ങാനല്ലേ? മുട്ട ഇങ്ങനെ ഇങ്ങനെ ഇല്ല. ഇത് വാങ്ങിച്ചു നമ്മള് 150 rupees. ഇതൊക്കെ വേറെ ക്യൂട്ട് ഐറ്റംസ്. അംബാസിഡർ അല്ലേ? ഇവിടെ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പൊ പോയിടാം. ഒരു കാറ് വാങ്ങിയിട്ട് വരുന്നുണ്ട്. ഈ ബൈക്ക് മൊത്തം ഈ കാറിന്റെ ഫ്രണ്ടിലായിരുന്നു. അവസാനം നമ്മളെ കാർ ഇതാ എത്തിയിട്ടുണ്ട്. ഒരു നല്ലൊരു കയ്യടി നമുക്ക് വിജയകരമായി എത്തിയിട്ടുണ്ട്. ഈ സ്വൈശുവിന് വഴി തെറ്റി. അപ്പൊ നമ്മൾ മാപ്പ് ഇട്ടിട്ട് ഇനി അവരെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അവർക്ക് വഴി തെറ്റിയത് ഈ ഇവിടെ വീടിന്റെ അടുത്തുള്ള സ്ഥലം കൂടി വഴി തെറ്റിയത്. പോക്കറ്റ് റോഡ് ആയതുകൊണ്ടാണ്. അവന് തന്തേനെ മാത്രം ഒറ്റയ്ക്ക് കണ്ണനെ. അപർണ തോമസ് ഇപ്പൊ അപർണ തോമസിനെ എന്തായിരിക്കണേ? അപ്പൊ നമുക്ക് ഇഡ്ഡലി ചിക്കനൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ചായ കുടിക്കാം. ചായ് കാറ്ററിംഗുകാർ ഇത് നേരത്തെയാണ് ഇരിക്കുന്നത്. കോട്ടക്കുന്ന് അറിയില്ല. കോട്ടക്കുന്ന് കോട്ടയുടെ അപ്പുറത്ത് പായസോ പാർക്കോ 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 പാക്കിൽ ആരാ? ഫ്രണ്ട് എവിടെയല്ല ഫ്രണ്ട് അത് നിങ്ങളെങ്ങനെ മലയാളം പറയുന്നത്? നിങ്ങൾക്ക് മലയാളം അറിയോ? കല്യാണം കഴിഞ്ഞിട്ടുണ്ട്.
കല്യാണം കഴിഞ്ഞിട്ടില്ല, സിംഗിൾ പേഴ്സൺ. കല്യാണത്തിനൊരു ഇഷ്ടമല്ല. കല്യാണത്തിന് താല്പര്യം. ദുബായിൽ ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ എന്തിനാ കല്യാണം? കോട്ടക്കുണ്ട്. കോട്ടക്കുണ്ട്. അതെവിടെ വെച്ച്? കോട്ടക്കുന്നിന്റെ അപ്പുറത്ത്. കോട്ട അതാരാ? ദേവച്ചനാണോ? അത് ദേവച്ചനാണോ? അത് ഉണ്ണി. പൊണ്ണ്. ഒന്നല്ല ഉണ്ണി. അല്ല ഇത് എപ്പോ തുടങ്ങിയത്? ഇത് എപ്പോ തുടങ്ങി? ഇതെന്താ? ചെറുതൊക്കെ വട്ട് എപ്പോഴാ തുടങ്ങി? തന്നാലെന്താ? മദാമയാണ്. കൽപ്പത്തി. അത് കൽപ്പത്തി. 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 ഇത് സിസ്റ്റർ. കൽപ്പത്തി. സിസ്റ്റർ. എന്തായാലും വന്നതിൽ വളരെ സന്തോഷമായി. Thank you. പൂരൊക്കെ ആയിട്ട്. Okay. അല്ല അതെ ആ രാവിലത്തെ ചൂട് കെട്ടിയപ്പോ തുടങ്ങിയതാ. അത് കുഴപ്പമില്ല, ശരിയാവും. കുറച്ച് മോരും എടുക്കാം. അപ്പൊ നമ്മള് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ വൈൻഡപ്പ് ചെയ്യാൻ അച്ഛനെത്തിയിട്ടുണ്ട്. അപ്പൊ പൂരം വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. ഇനി ഞങ്ങള് ഒരു പ്ലാൻ ഉണ്ട്, കൊല്ലങ്കോടൊക്കെ ഒന്ന് പോകണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു അടിപൊളി വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വരുന്നതായിരിക്കും. അതുവരേക്കും ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ. അപ്പൊ ഇനി അടിപൊളി വ്ലോഗായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.